ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്തിരിട്ടാതി ജലമേള ഇന്നാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് സത്രക്കടവിലേക്ക് ഘോഷയാത്ര തുടങ്ങി. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പതാക ഉയർത്തി. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. എന്തായാലും ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് തിരശ്ശീല ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ പതാക ഉയർന്നിരിക്കുന്നു. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ IAS പള്ളിയോട സേവാ സംഘം ഭാരവാഹികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പതാക അദ്ദേഹം ഉയർത്തിയിരിക്കുകയാണ്. കൃത്യം 10 മണിയോടുകൂടി തന്നെ ജില്ലാ കളക്ടർ ഇവിടെ എത്തിച്ചേർന്നു. ഇനി ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ജലഘോഷയാത്ര നടക്കും. അതിനുവേണ്ടി പള്ളിയോടങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. നമ്മൾ അല്പസമയം മുൻപ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിരവധി പള്ളിയോടങ്ങൾ വരുന്നു. ഇപ്പോഴും പമ്പയാറ്റിൽ പലയിടങ്ങളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ വരുന്ന കാഴ്ച, അത് നിരണത്തും മറ്റൊക്കെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ജില്ലാ കളക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് വന്നിട്ട് ആദ്യത്തെ വള്ളംകളി എങ്ങനെ തോന്നുന്നു? വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം കൊടി ഉയർത്തി കഴിഞ്ഞു, ഇനിയിപ്പോൾ ബാക്കി വള്ളംകളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. നെഹ്റു ട്രോഫിയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത് പങ്കെടുത്തിട്ടില്ല. ഇപ്പം നാടിൻ്റെ ആഘോഷം ഈ നാട്ടുകാരനായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റി. വളരെ സന്തോഷം. മലയാളി ലുക്കിൽ ഇറങ്ങിയിട്ട് മലയാളി ലുക്ക് എന്തായാലും ഉണ്ട്. മന്ത്രിമാരൊക്കെ എപ്പോൾ എത്തുമെന്നാണ്? എല്ലാവരും 1 മണിയോടുകൂടി എത്തുമെന്നാണ്. നമ്മളിപ്പോൾ 1 മണിക്കാണ് അവരുടെ ഇപ്പം അവരെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ വെച്ചിരിക്കുന്നത്. അപ്പം 1 o'clock എത്തുമെന്ന് തന്നെയാണ്, കറക്റ്റ് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും പള്ളിയോട സേവാ സംഘത്തിനൊക്കെ വലിയ സന്തോഷമായില്ലേ? വള്ളംകളിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വള്ളംകളി നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും 2 മാസമായിട്ട് ഞങ്ങൾ സന്തോഷത്തിലാണ്. എന്തായാലും വലിയ സന്തോഷം. ഓക്കെ തീർച്ചയായും ജില്ലാ കളക്ടറാണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹമൊക്കെ സന്തോഷത്തിലാണ്. നമുക്ക് ഒരു മാവേലിയെ പരിചയപ്പെടണം. കുറച്ചു കാലമായി അദ്ദേഹം നമ്മോടൊപ്പം ഇവിടെ തന്നെ ഉണ്ട്. അടൂർ സുനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വർഷങ്ങളായിട്ട് ഈ രംഗത്ത് തന്നെയാണ്. ആദ്യം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. 18 വർഷമായിട്ട് പള്ളിയോട സേവാ സംഘത്തിന്റെ മഹാബലിയായിട്ട് നിൽക്കുന്നു. അവർ വളരെ ഭംഗിയായിട്ട് എന്നെ മുൻകൂട്ടി തന്നെ അറിയിക്കുകയും. മഹാബലി യഥാർത്ഥത്തിൽ എന്താ മഹാബലി ചെയ്യുന്നത് ജോലി? എന്താ മഹാബലി ജോലി എന്ന് പറയുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. ഞാൻ ചോദിക്കുന്നത് അതല്ല, മഹാബലിയുടെ യഥാർത്ഥ ജോലി, അടൂർ സുനിൽകുമാറിന്റെ ജോലി എന്താ? യഥാർത്ഥ ജോലി വേറെ ജോലി ഉണ്ടോ? ഉണ്ട്. എന്താ ജോലി? ഞാൻ ഒരു അനാഥാലയത്തിലെ PRO ആണ്. തീർച്ചയായും ഗാന്ധി തീരം അഭയകേന്ദ്രത്തിന്റെ PRO ആണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നു. അല്ലാതെ കിട്ടുന്ന സമയങ്ങളിൽ ഏതാണ്ട് 38 വർഷമായിട്ട് ഈ വേഷം ചെയ്യുകയാണ്. ഇത്തവണയും വള്ളംകളി ഉഷാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉഷാറാവും. കാരണം ഇവിടുത്തെ വള്ളംകളി അങ്ങനെ മോശമാകാറില്ല. വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്തായാലും സന്തോഷമാവില്ലേ? അപ്പൊ ഹാപ്പി ഓണം. തിരിച്ചു പോകുന്നതിന് മുമ്പ് കണ്ടതിൽ വളരെ സന്തോഷം. തീർച്ചയായും. ഓക്കെ, അടുത്തോലല്ലേ കാണാൻ പറ്റും? തീർച്ചയായും. സുനിൽകുമാർ അദ്ദേഹത്തിന്റെ മാവേലി കടന്നു പോയതാ. നമുക്കറിയാം ഇതുപോലുള്ള വള്ളങ്ങൾ, ദൂരദേശങ്ങളിൽ നിന്നുള്ള ഇതുപോലുള്ള വള്ളങ്ങൾ, പള്ളിയോടങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുഴഞ്ഞു വരാൻ കഴിയില്ല. കിഴക്കോട്ടാണ് വെള്ളം പോകുന്നത്. സ്വാഭാവികമായി ആ ഒഴുക്കിനനുസരിച്ച് തിരിച്ച് പള്ളിയോടങ്ങൾ ഇങ്ങോട്ട് ഇതുപോലെ ബോട്ടിൽ കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന കാഴ്ചകളാണ് എല്ലാ വർഷവും കാണാറ്. എന്തായാലും സ്പീഡ് ബോട്ടുകളെല്ലാം തന്നെ സജ്ജീകരിച്ചുകൊണ്ട് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ട്. നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ പോലീസിന്റെ അടക്കമുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഈ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. 1 മണിയോടുകൂടി തന്നെ ഈ പറയുന്ന ജലഘോഷയാത്രയ്ക്കായി 52 പള്ളിയോടങ്ങളും ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം 3 മണിക്കാണ്. നിലവിൽ കുറച്ച് വെള്ളത്തിന്റെ കുറവ് പമ്പയാറ്റിൽ ഇപ്പോഴുണ്ട്. അത് പക്ഷേ മണിയാർ ബാരേജ് തുറന്നു വിട്ടത് മൂലം കുറച്ച് വെള്ളം 3 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാര്യമായ രീതിയിൽ വെള്ളം ഇങ്ങോട്ട് ഒഴുക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വള്ളംകളിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നേരത്തെ നടുവിലൊക്കെ ഒരുപക്ഷെ പള്ളിയോടങ്ങൾ മുങ്ങുമെന്ന തരത്തിൽ സംശയം തോന്നുന്ന തരത്തിൽ വെള്ളം താഴ്ന്നിരുന്നു. അതെന്തായാലും ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. എന്നാലും ആ വരുന്ന പള്ളിയോടം തൊട്ടപ്പുറത്തെ മേഖലയിലേക്ക് പോയി തൊഴുത്, അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം വീണ്ടും ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കും. 3 മണിയോടുകൂടി ജലഘോഷയാത്ര ആരംഭിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മണിയോടുകൂടി ആരംഭിക്കുന്ന ജലഘോഷയാത്രയിൽ 49 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. 2 പള്ളിയോടങ്ങളെ അയോഗ്യരാക്കിയിരുന്നു. ഒരു പള്ളിയോടം പങ്കെടുക്കുന്നില്ല. അവരുടെ ഒരു തുഴക്കാരൻ മരിച്ചതിനാൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ എന്തായാലും വലിയ ഓളത്തോടുകൂടി, ആവേശത്തോടുകൂടി, അതിനപ്പുറം ആറന്മുളയുടെ ആചാരത്തോടു കൂടിയുള്ള മത്സര വള്ളംകളിക്കും ജലഘോഷയാത്രയ്ക്കും ഒരുങ്ങുകയാണ് ആറന്മുള. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആളുകൾ, കാണികളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേരും. എന്തായാലും പൊതുസമ്മേളനം ആരംഭിക്കും. ഒരു 1:30 തന്നെ ആരംഭിക്കുമെന്ന് അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു. മന്ത്രിമാർ ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും വലിയ ആവേശത്തോടു കൂടി, അതിനപ്പുറം ആചാരപ്പെരുമയോടുകൂടി ആറന്മുള നമുക്കൊപ്പം ചേർന്നത്. പമ്പാ തീരത്ത് വാശിയേറിയ വള്ളംകളി ആരംഭിക്കും. അജീഷ് ജയകുമാർ കൂടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അജീഷ്, മറ്റെന്ത് വിവരമാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? എല്ലാ അംഗങ്ങളും എത്തിച്ചേരേണ്ടതാണ്.
എന്തായാലും പമ്പായുടെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. കാരണം മഴയെല്ലാം മാറി നിൽക്കുകയാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കാരണം ഈ മത്സരം തടസ്സപ്പെടുമോ വൈകുമോ എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആശങ്ക നിലവിൽ എന്തായാലും വേണ്ട. എന്തായാലും ഈ പള്ളിയോടങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ഇവിടുത്തെ റെസ്ക്യൂ കൺവീനർ കൂടിയുണ്ട്. അദ്ദേഹം ഇവിടുത്തെ രക്ഷകൻ കൂടിയാണ്. നമ്മുടെ ഈ റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? റെസ്ക്യൂവിന് വേണ്ടി നമ്മൾ 8 ബോട്ടുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നമ്മൾ ചെയ്യും. ഒരു ആളവെ ഇന്നലെ എറപ്പഴകളിൽ ഒരു കുഞ്ഞു മരിച്ചുപോയി. അതുപോലെ നമുക്ക് അതുപോലെ ശ്രദ്ധയുണ്ട്. ഇവിടെ ഒരു അപകടം ഉണ്ടാകത്തില്ല എന്നുള്ള 100% ഒരു വിശ്വാസമുണ്ട്. 100% വിശ്വാസമുണ്ട്. അത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യും. ഇത് ശശി, ഇവരെല്ലാം എൻ്റെ കൂടെ ഉള്ള കമ്മിറ്റി അംഗങ്ങളാണ്. എത്ര പേരുണ്ട് ഒരു ബോട്ടിൽ? 40 പേരെ വെച്ചിട്ടുണ്ട്. 8 ബോട്ട് 40 പേര് 100% വൃത്തിയായിട്ട് ചെയ്യും. എന്തെങ്കിലും ചെറിയ അപകടം ഉണ്ടെങ്കിൽ പോകണമെങ്കിലും അപ്പം തന്നെ ഇല്ല. അതുപോലെ പോലീസ് എല്ലാ രീതിയിലും കാര്യങ്ങളുണ്ട്. ഇത് നല്ല ഹാപ്പി വേണം, നല്ലതായിട്ട് നടക്കട്ടെ. അപ്പോൾ അതാണ് അവർ ഈ റെസ്ക്യൂ കമ്മിറ്റിയുടെ അംഗങ്ങളാണ്. അവർ പറയുന്നത് പോലെ 40 അംഗങ്ങളുണ്ട്. എന്തെങ്കിലും ചെറിയ തരത്തിൽ അപകടം ഉണ്ടായാൽ പോലും രക്ഷിക്കാനുള്ള സന്നാഹങ്ങളുണ്ട്. 8 ബോട്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പൂവത്തൂർ ദേശത്തിൻ്റെ പള്ളിയോടമാണ്. അവർ ഈ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ജലഘോഷയാത്ര. നമുക്ക് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഭംഗിയെല്ലാം ആവാഹിക്കുന്നത് ഈ ജലഘോഷയാത്രയിലാണ്. 52 പള്ളിയോടങ്ങളും ഒരുമിച്ച് അണിനിരുന്ന് ഈ പമ്പയുടെ ഓളങ്ങളെ കീറിമുറിച്ച് ഇതുവഴി പോകുന്ന ആ ദൃശ്യമാണ് ഏറ്റവും നയനമനോഹരമായ ദൃശ്യം. ഈ പള്ളിയോടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. അതിന് ഈ അമരത്ത് നെറ്റിപ്പട്ടവും അമരച്ചാർത്തുമൊക്കെ ചാർത്തി വലിയ ഭംഗിയാണത്. ഒരു കാഴ്ച വസ്തുവിനെ പോലെയാണ്. ഒരു നെറ്റിപ്പട്ടവും തിടമ്പൊക്കെ ഏറ്റി ഒരു വലിയ കൊമ്പനെ പോലെയാണ് ആ പള്ളിയോടത്തെ കാണുന്നത്. കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഭംഗിയാണ്. അതിൻ്റെ അണിയത്തും ആളുകളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു പ്രശ്നം, അതായത് ഈ അണിയത്തും അമരവും അത് വെള്ളത്തിൽ തട്ടില്ല, നടുഭാഗം മാത്രമാണ് തട്ടുന്നത്. അതുകൊണ്ട് കാറ്റൊക്കെ വലിയ രീതിയിൽ വലിയ കാറ്റൊക്കെ വീശിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വള്ളം മറിയാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ആ ചെന്നിത്തല ദേശത്തിൻ്റെ കിഴക്ക് ചെന്നിത്തല ഏറ്റവും അറ്റത്തുള്ള ചെന്നിത്തലക്കരയുടെ പള്ളിയോടമാണ് നീന്തി ഈ പമ്പയിലൂടെ ഈ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പോലീസ് അടക്കമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വലിയ പോലീസ് സന്നാഹമുണ്ട്, സുരക്ഷാ സന്നാഹമുണ്ട്. ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് പതാക ഉയർത്തി കഴിഞ്ഞു. എന്തായാലും എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് 52 പള്ളിയോടങ്ങളുടെ ഒരുമിച്ച് എഴുന്നള്ളുന്ന ജലഘോഷയാത്രയ്ക്കാണ്. കഴിഞ്ഞ ദിവസം ഈ മുതുവഴി പള്ളിയോടം, അത് ഈ ചതയം ദിനാഘോഷത്തിന്റെ ഭാഗമായി മുതുവഴി പള്ളിയോടം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിരുന്നു. അതുകൊണ്ട് ആ പള്ളിയോട സേവാ സമിതി മാത്രം ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കില്ല. ബാക്കി എല്ലാ സംഘവും തന്നെ ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കും. പക്ഷെ മത്സരത്തിന് 50 അജീഷ് വിവരങ്ങൾ നൽകിയത്. ശ്രീ പറയുന്നു, ഈ കാലിക്കറ്റ് ക്ലബിൻ്റെ പേര് തെറ്റിയത് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല, പക്ഷേ താങ്കൾ അത് തിരുത്തുന്നു. നല്ല കാര്യം. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ അത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തിയില്ലെങ്കിൽ, അത് ആർക്കും മനസ്സിലായില്ലെങ്കിലും അതെനിക്ക് മാനസികമായിട്ടൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് തിരിച്ച് മുന്നോട്ട് പോകുന്നത്. ഷബീർ മണ്ണാർക്കാട് പറയുന്നു, വിജയൻ, ജനാർദ്ദൻ നായർ, ശ്രീരാജ്, കാലിക്കറ്റ്, പവിത്രൻ, പാതിരപ്പറ്റ, ഈ സ്ഥിരം കുറ്റികളെയൊന്നും കാണുന്നില്ലല്ലോ. കുറ്റികളൊക്കെ കുറ്റിയും പറിച്ച് പോയാ പോയി കളയരുത്.